ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അത് നമ്മൾ ഒരു ഫാൻസി കടയിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടോയ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു പിറന്നാളിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ കണ്ണട കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണത്തിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവൻ്റെയാണ് പിറന്നാൾ, വിഷ്ണുവിൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് റിജുട്ടം. അപ്പോൾ ഇവൻ്റെ പിറന്നാളിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ, ഓണത്തിന് മുമ്പായിരുന്നു കേട്ടോ ഇവൻ്റെ പിറന്നാളുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരത്തെയും കാലത്ത് എത്തിയതിന് കൊണ്ട് ഏട്ടനും ഏടത്തിയമ്മയൊക്കെ പോവാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വരാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. ഒരു മണി 1:30 ആയിട്ടുണ്ട് നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴേക്കും. അപ്പോൾ പിറന്നാളിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോവാൻ ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചെന്നൈക്കനെ ചേച്ചി ഞങ്ങൾക്ക് സദ്യ തന്നിട്ടുണ്ട്. നമ്മളെ വിശപ്പൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടനാണെങ്കിൽ വരാൻ വൈകി, വിഷ്ണുവേട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്ത് കൊടുക്കാണ്ട് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് വർക്കൊക്കെ തീർത്തിട്ടാട്ടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം വൈകും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 5 മണി വരെയൊക്കെ അവിടെ ഇരുന്നു. സദ്യ കഴിച്ച ക്ഷീണത്തിൽ വിഷ്ണുവേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോന്നു. അപ്പോൾ വേഗം പോന്നിട്ട് തുണിക്കടയ്ക്കിടെ വന്നിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഓണത്തിന് എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയുടെ കൂടെ വന്ന് പോയപ്പോൾ എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവർക്കും കൂടെ ഡ്രസ്സ് എടുക്കാമല്ലോ എന്ന് നിർത്തിയിട്ട് വിഷ്ണുവിനും കൂട്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പലചരക്ക് സാധനം മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ, അൽഫൈദയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സദ്യക്ക് വേണ്ടിയിട്ടുള്ളതും അല്ലാതെ തരമായിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ട് പച്ചക്കറി മേടിക്കണമല്ലോ. അപ്പം നമ്മൾ എന്നും പൂവള കാക്കാൻ്റെ അടയ്ക്കേട്ടോ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയതും. പിന്നെ ഈ ഓണത്തിൻ്റെ സീസണിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും കാരണം ഞങ്ങൾ കാറൊന്നും എടുത്തില്ല. എല്ലാ സാധനങ്ങളും കുത്തിത്തിരിക്കിയിട്ട് ബേക്കിലാട്ടോ പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ.